പിന്നെ അപൂർവമായിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് പിന്നെ നമ്മൾ പറയും ഈ വലിയ രക്തക്കൊഴലിലുള്ള ബ്ലോക്ക് സാധാരണ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയാണ് ചികിത്സിക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷെ അപൂർവമായിട്ട് ചില ആളുകൾക്ക് ഇപ്പോൾ പറ്റ ചെറുപ്പക്കാർ, പ്രമേഹമൊന്നും ഇല്ലാത്ത ആൾക്കാർ, കുട്ടികൾ, അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വേറെ ഭാഗത്ത് കൂടിയും രക്തം എത്തുന്നുണ്ടാവും. അത് ഞങ്ങൾ കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്ക് ബൈപ്പാസ് പോലെ, അപ്പോൾ ദൈവം തന്നെ കുറേ ബൈപ്പാസ് വെച്ചിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ വേറെ ഭാഗത്ത് കൂടെ എത്തും. അപ്പോൾ അത് അധികമുള്ള ആൾക്കാരാണെങ്കിൽ അവർ രക്തക്കൊഴൽ അടഞ്ഞാലും കുറേ സമയം അവർ പിടിച്ചു വെക്കും. ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാർ 24 മണിക്കൂറോ അല്ലെങ്കിൽ അതിലേറെ ഉണ്ടെങ്കിലും അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ പറയുക പെർഫ്യൂഷൻ സ്കാൻ എന്നാണ് പറയുക. അതാവുമ്പോൾ സുഖം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധാരണ അധികം സ്ഥലത്തും ചെയ്യുന്നത് 24 മണിക്കൂറിന് അടുപ്പിച്ച് ഒരു 16 മണിക്കൂറിന് ശേഷമൊക്കെ ആൾക്കാർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ട്രയൽ റണ്ണാണ്. അതായത് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുക, കിട്ടി എന്നുള്ള പോലെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കുള്ളൊരു സുഖം എന്താണെന്ന് പറഞ്ഞാൽ അവരെ പെർഫ്യൂഷൻ സ്കാൻ ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ്ലി എങ്കിലും അറിയാം ഇവർക്കിത് ചെയ്താൽ തീരെ കാര്യമില്ലാത്തതാണോ കാര്യമുണ്ടോ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ സ്ട്രോക്കിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസീവ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സ നേരെയാണെങ്കിൽ തന്നെ നമുക്കൊരു പിന്നെ ഒരു 60% ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ഏറ്റവും നല്ല ചികിത്സയ്ക്കാണെങ്കിൽ തന്നെ. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജീവനാപായം ഉണ്ടാവുക അല്ലെങ്കിൽ ലൈഫ് ലോങ് ഡിസബിലിറ്റി വരിക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.